താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വീടിനെ കുറിച്ചാണ്. മലയാളിയുടെ ഭാവനയിലും പേടി സ്വപ്നങ്ങളിലും ഇടം പിടിച്ച ഐതിഹാസികമായ ഒരു വീട്, ഭാർഗവീ നിലയം. ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലരും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 1964 പുറത്തിറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമാണ് ഭാർഗവീ നിലയം. ചോരയോ ഭീകര രൂപങ്ങളോ ഇല്ലാതെ പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നതിൽ വിജയിച്ച ഒരു ചിത്രമാണ് ഭാർഗവീ നിലയം. ഇന്നും ആ നീലവെളിച്ചം ഒരു വികാരമായി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്. മലയാള ഭാഷയിലേക്ക് ഭയത്തിന്റെ പര്യായമായി മാറിയ ഒരു പേരാണ് ഭാർഗവീ നിലയം. അതൊരു ഭാർഗവീ നിലയമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്തായിരിക്കും? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയാണ് ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരം. വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു എഴുത്തുകാരൻ ധൈര്യപൂർവ്വം കടന്നു വരുന്നിടത്താണ് ഭാർഗവീ നിലയം എന്ന സിനിമ ആരംഭിക്കുന്നത്. ഭാർഗവിയും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണങ്ങൾ ബഷീറിന്റെ ശൈലിയും ലാവണ്യവും വിളിച്ചോതുന്നവയാണ്. പ്രിയപ്പെട്ട ഭാർഗവി, നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. നിന്റെ ശത്രുവല്ല ഞാൻ. നിന്നെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ. നിന്റെ കഥ ലോകത്തെ അറിയിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു പ്രേതത്തെ ഇത്രമാത്രം ആദരവോടെയും പ്രണയത്തോടെയും അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു സിനിമ നമുക്ക് കണ്ടെത്താനാവില്ല. ഒരു ഘട്ടത്തിൽ ഈ കഥാപാത്രം ഭാർഗവിയോട് പറയുന്നുണ്ട്, എടീ ഭാർഗവി, നീ ഇങ്ങനെ ഇരുട്ടത്ത് നിന്ന് ആളുകളെ പേടിപ്പിക്കാതെ വല്ലപ്പോഴും ഒരു വിളക്കൊക്കെ വെച്ചുകൂടെ എന്ന്. ഇതിൽ ഒരു ഭയമല്ല നമുക്ക് കാണാനാവുന്നത്, മറിച്ച് ഒരു ആത്മബന്ധമാണ്. അങ്ങനെ തോന്നുന്നില്ലേ? ശശികുമാറിന്റെയും ഭാർഗവിയുടെയും പ്രണയം തന്നെയാണ് ഈ സിനിമയുടെ ആത്മാവ്. ഈ ചിത്രത്തിൽ മധു അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭാർഗവിയുടെ കഥയന്വേഷിച്ചെന്നെത്തുന്നത് സുന്ദരമായ മറ്റൊരു പ്രണയകഥയിലാണ്. ആ കഥയിലെ നായകനായ ശശികുമാർ ഭാർഗവിയോട് ഇങ്ങനെ പറയുന്നു, സംഗീതം ആത്മാവിന്റെ ഭാഷയാണ് ഭാർഗവി. നിന്റെ മൗനത്തിൽ പോലും ഞാൻ ആ സംഗീതം കേൾക്കുന്നു. മനോഹരമായ ഈ പ്രണയകഥയിലേക്കാണ് PJ ആന്റണി അവതരിപ്പിക്കുന്ന MN എന്ന വില്ലൻ കഥാപാത്രം കടന്നു വരുന്നത്. അലറി വിളിക്കാത്ത എന്നാൽ ക്രൂരനായ കഥാപാത്രം. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല ഭാർഗവി എന്ന സംഭാഷണം പ്രേക്ഷകരെ പീഡിപ്പിക്കുക തന്നെ ചെയ്യും. ഭാർഗവീ നിലയം വെറും ഒരു സാങ്കേതിക വിസ്മയം മാത്രമല്ല, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരുടെ അഭിനയ ലാവണ്യം വിരിഞ്ഞ ചിത്രം കൂടിയാണ്. ഈ ചിത്രത്തിൽ മധുസാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം പുറമെ ഗൗരവക്കാരനായി തോന്നുമെങ്കിലും ഉള്ളിൽ അതിരുകളില്ലാത്ത കാരുണ്യവും സ്നേഹവും സൂക്ഷിക്കുന്നയാളാണ്. ഭാർഗവിയുടെ പ്രേതത്തോട് സ്നേഹത്തോടെയാണ് അദ്ദേഹം സമീപിക്കുന്നത്. കുസൃതിക്കാരിയായ ഒരു അനിയത്തിക്കുട്ടിയെ പോലെ അദ്ദേഹം ആ കഥാപാത്രത്തെ ചേർത്ത് നിർത്തുന്നത് കാണാം. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ ആശ്ചര്യവും ഗൗരവവും മാറി മാറി വരുന്നത് നമുക്ക് ദർശിക്കാനാവും. നമ്മുടെ റൊമാൻറ്റിക് സങ്കല്പങ്ങളിലെ ഹൃദയകാരിയായ കവിയായ ഗായകനായ നിഷ്കളങ്കനായ കാമുകൻ ശശികുമാർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേം നസീർ സാർ. ഭാർഗവിയായി വന്ന വിജയ നിർമ്മല, ആ കണ്ണുകളിൽ വിരിഞ്ഞ കവിത 60 വർഷങ്ങൾക്കിപ്പുറവും നമ്മളെ പുളകിതരാക്കുന്നുണ്ട്. ഭാർഗവീ നിലയത്തിലെ പാട്ടുകൾ വെറും പാട്ടുകളല്ല, മനുഷ്യ മനസ്സിന്റെ വിഭിന്ന ഭാവങ്ങളുടെ ആവിഷ്കാരമാണ്. ഭാസ്കര മാഷിന്റെ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയ ഹിന്ദുസ്ഥാനി സ്പർശമുള്ള ഗാനങ്ങളാണ് ഈ സിനിമയുടെ ആത്മാവ്. ഈ വരികളിലെ കൗതുകം നോക്കൂ. ഒരു വശത്ത് പ്രണയാതുരമായ പ്രത്യാശയുണ്ട്. പൊട്ടാത്ത പൊന്നി എത്ര മനോഹരമായ സ്വപ്നമാണിത്. എന്നാൽ ഈ സിനിമയുടെ മറ്റൊരു ഭാഗത്ത് ഈ സ്വപ്നങ്ങളെല്ലാം തകർന്നിടിയുമ്പോൾ ആ വരികൾ മാറുന്നത് ഇങ്ങനെയാണ്. പൊട്ടിത്തകർന്ന കിനാക്കൾ കൊണ്ടൊരു
അഗാധമായ നൈരാശ്യത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഇരട്ട ഭാവങ്ങൾ, അതായത് ഒരേ സമയം പ്രണയത്തെ ആഘോഷിക്കുകയും അതേ പ്രണയത്തിന്റെ തകർച്ചയെ തേങ്ങലായി മാറ്റുകയും ചെയ്യുന്നത് മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഇന്നും അനശ്വരമായി തന്നെ നിലകൊള്ളുന്നത്. ഏകാന്തതയുടെ അപാര ഏകാന്തതയുടെ അപാരതീരം. ഈ വരികൾ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രപഞ്ചത്തിന്റെ അതിരുകളില്ലാത്ത വിസ്മയങ്ങൾക്കും കാലത്തിന്റെ അനന്തതയ്ക്കും മുന്നിൽ നിൽക്കുമ്പോൾ ആരെയാണ് ഈ വരികൾ തത്വജ്ഞാനിയാക്കാതിരിക്കുക? സാഗരമിരമ്പുന്നു, സായാഹ്നം മയങ്ങുന്നു എന്നത് ഭാർഗവിയുടെ മാത്രം ഏകാന്തതയല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും മനസ്സിലെ ശൂന്യതയെയാണ് ഈ വരികൾ തലോടിപ്പോകുന്നത്. ഭീതിയെ സംഗീതം കൊണ്ട് മെരുക്കുന്ന, മരണത്തെ പ്രണയം കൊണ്ട് നേരിടുന്ന ഒരു മാജിക് ഈ ഗാനങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറവും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിലെ സംഗീതം യുവതലമുറ നെഞ്ചേറ്റുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകൾക്ക് ഒരു പ്രത്യേക ചാരുതയുണ്ട്, അല്ലെ? നിഴലും വെളിച്ചവും ചേർത്ത് എ വിൻസെന്റ് എന്ന ഛായാഗ്രാഹകൻ വർഷങ്ങൾക്ക് മുമ്പ് നെയ്തെടുത്ത മാജിക് ഈ ടെക്നോ സിനിമാ കാലത്തും നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ വലിയ ഗോവണിയും കാറ്റത്താടുന്ന ജനലുകളും മുറ്റത്തെ കിണറും ഓരോ ഫ്രെയിമിലും ഗൃഹാതുരത ഒളിച്ചുവെക്കുന്നുണ്ട്. പുതിയ തലമുറ എന്തിന് ഈ സിനിമ കാണണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഗ്രാഫിക്സുകളോ ശബ്ദ കോലാഹലങ്ങളോ മാത്രമല്ല സിനിമ, അത് വികാരങ്ങളാണ്. ഭയം എന്ന വികാരത്തെ പ്രണയത്തോടും സംഗീതത്തോടും ഇത്രമാത്രം മനോഹരമായി ചേർത്ത് വെച്ച മറ്റൊരു മലയാള സിനിമയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഭാർഗവി നിലയം എന്ന സിനിമ കാണണം. താമസം എന്തേ വരുവാ എന്തേ വരുവാ യരലവയിൽ ചിത്രകൂടം വീണ്ടും വരും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.